ഓൺലൈൻ തട്ടിപ്പ് കേസിൽ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ ബ്ലസ്ലി അറസ്റ്റിലായി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഓൺലൈൻ തട്ടിപ്പിലൂടെ ലഭിച്ച പണം ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റി വിദേശത്തെത്തിച്ച കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദമായ വിവരങ്ങൾ എന്ന് ഞങ്ങളുടെ പ്രതിനിധിയോട് ചോദിക്കാം. ബിലു, എന്താണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രുതി, ബിഗ് ബോസ് റിയാലിറ്റി ഷോ താരമായിട്ടുള്ള ബ്ലസ്ലി ആണ് ഇപ്പോൾ ഓൺലൈൻ തട്ടിപ്പിലൂടെ ലഭിച്ച പണം ക്രിപ്റ്റോ കറൻസിയാക്കി എന്ന സംഭവത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുമാണ് ബ്ലസ്ലിയെ അറസ്റ്റ് ചെയ്തത്. കേസിൽ നിരവധി പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ ഈ കേസിൽ അന്വേഷണം നടത്തുന്നത്. കേസിലെ പ്രതികളായ 8 പേർ വിദേശത്തേക്ക് കടന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നു. കാക്കൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക തട്ടിപ്പിന്റെ പരാതിയിലാണ് ബ്ലസ്ലിയെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത മറ്റ് 2 പേർ ജയിലിൽ കഴിയുകയാണ്. നടന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറിയിക്കുന്നത്. കോടഞ്ചേരി താമരശ്ശേരി പരിധിയിൽ സമാനമായ കേസുകൾ നടന്നിട്ടുണ്ടെന്ന് പരാതി ലഭിച്ചിട്ടുണ്ട്. ജൂണിലാണ് കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത്. വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ബ്ലസ്ലിയെ കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും റിയാലിറ്റി ഷോ ആയിട്ടുള്ള ബിഗ് ബോസ് സീസൺ 4 താരമായിരുന്ന ബ്ലസ്ലി വലിയ രീതിയിൽ ഒരു ഗായകനും അതോടൊപ്പം തന്നെ മികച്ച സ്പോർട്സ് താരവുമൊക്കെ ആയി നമുക്ക് അറിയുന്ന ആളാണ്. പക്ഷേ ഇത്തരത്തിലൊരു വലിയ സാമ്പത്തിക തട്ടിപ്പിന്റെ കാരണം എന്താണെന്നാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഏതായാലും ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഓരോ സാധാരണക്കാരന്റെ കയ്യിൽ നിന്നും ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക തട്ടിപ്പ് വലിയ രീതിയിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു താരത്തിന് നേരെ ഇത്തരത്തിലൊരു തട്ടിപ്പിന്റെ വാർത്തകൾ പുറത്തു വരുന്നത്. ഏതായാലും ഈ ഒരു സംഭവത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നും ഈ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായ ആളുകൾ പറയുന്നു. ജോലി വാഗ്ദാനം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ ക്രിപ്റ്റോ കറൻസിയായി സമാഹരിച്ച 6 ലക്ഷം രൂപ പിന്നീട് ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റിയതിനു ശേഷം ഈ ചൈനയിലേക്കും മറ്റു കംബോഡിയയിലേക്കും ഒക്കെ കടത്താൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണം കൂടിയുണ്ട്. ഈ പണങ്ങൾക്കൊക്കെ ഒരു മീഡിയേറ്ററായിട്ട് നിലനിന്നു എന്നതാണ് ഇപ്പോൾ ബ്ലസ്ലിക്കെതിരെ ആരോപിക്കുന്ന കുറ്റം. ഏതായാലും ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ സംഭവത്തിൽ.